തലവേദന വന്നാൽ ഉടൻ മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടുന്ന ചിലരുണ്ട്. തനിക്കറിയാവുന്ന വേദനാ സംഹാരിയോ മെഡിക്കൽ ഷോപ്പിലെ ഫാർമസിസ്റ്റിന്റെ തീരുമാനപ്രകാരം ലഭിക്കുന്ന മരുന്നോ കഴിച്ചാൽ മിക്കവാറും തലവേദനകൾ പമ്പ കടക്കും. ഇത് പതിവാക്കുന്നവരും തന്റെ വൈദ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരും ഇന്ന് സമൂഹത്തിൽ കുറവല്ല. എന്നാൽ തലവേദനക്കായാലും പനിക്കായാലും സ്വയം ചികിത്സ കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയുള്ളൂ. ഡോക്ടറെ കാണാനുള്ള സമയവും സാമ്പത്തിക ചെലവും ലാഭിച്ചെന്നോ സ്വയം ചികിത്സ ഫലപ്രദമായെന്നോ കരുതി സന്തോഷിക്കുമ്പോൾ ഓർക്കുക, ഇത്തരം ചികിത്സകൾ വലിയ അപകടങ്ങൾക്കാണ് വഴിയൊരുക്കുക. പനി വന്നാൽ പാരസെറ്റമോളും വേദന വന്നാൽ പെയിൻ കില്ലറും ഒരു നിയന്ത്രണവുമില്ലാതെ വാങ്ങി കഴിക്കുന്നവർ ഇന്ന് ഏറെയാണ്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കൗണ്ടർ സെയിൽ മുഖേന വലിയ അളവിൽ മരുന്നുകൾ ചെലവാകുന്നുണ്ടെന്ന് മെഡിക്കൽ ഷോപ്പുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സ്വയം ചികിത്സകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നാണ് പാരസെറ്റമോൾ. പനിയും തലവേദനയും ഉള്ളപ്പോൾ ഒരു സംശയം കൂടാതെ പാരസെറ്റമോൾ കഴിക്കുന്നത് താൽക്കാലികമായി രോഗശമനം ഉണ്ടാക്കും. എന്നാൽ കൃത്യമായ രോഗനിർണയം നടത്താതെ മരുന്ന് കഴിക്കുമ്പോൾ പലപ്പോഴും രോഗലക്ഷണങ്ങൾ അപ്രത്യക്ഷമാവുകയും രോഗം നാം അറിയാതെ അധികരിക്കുകയും ചെയ്യും. പാരസെറ്റമോൾ അമിതമായ ഡോസിൽ കഴിച്ചാൽ അത് കരളിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും വൃക്കസ്തംഭനത്തിന് വരെ കാരണമാവുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ സ്വയം ചികിത്സയുടെ ഭാഗമായി കഴിക്കുന്ന മരുന്നുകൾ മൂലം രോഗലക്ഷണങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഡോക്ടറെ സമീപിക്കുമ്പോൾ ശരിയായ രോഗനിർണയം അസാധ്യമാവുകയും ചെയ്യും. തലവേദനയും പല്ലുവേദനയും മറ്റ് ശരീരവേദനകളും ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടെ വേദനാ സംഹാരികൾ വാങ്ങി കഴിക്കുന്നതും അപകടം ചെയ്യും. വേദനാ സംഹാരികൾ തുടർച്ചയായി കഴിച്ചാൽ അത് ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകും. ആമാശയത്തിൽ വ്രണങ്ങൾ അഥവാ അൾസർ, കുടലിൽ രക്തസ്രാവം, ഛർദി, വിശപ്പില്ലായ്മ തുടങ്ങിയവ സാധാരണയായി കണ്ടുവരുന്ന പാർശ്വഫലങ്ങളാണ്. ചില മരുന്നുകളോടുള്ള അലർജി മൂലം ദേഹത്ത് കഠിനമായ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തേക്കാം. വേദന സംഹാരികളുടെ തുടർച്ചയായ ഉപയോഗം വൃക്കരോഗങ്ങൾക്കും ഇടയാക്കും. വേദനയ്ക്ക് കഴിക്കുന്ന ആസ്പിരിൻ ഗുളികകൾ ചിലരിൽ കടുത്ത വയറുവേദനയ്ക്കും ഗുരുതരമായ ഉദര രക്തസ്രാവത്തിനും ഇടയാക്കും. പ്രായമേറിയവരിലും ആമാശയത്തിൽ അൾസർ ഉള്ളവരും ഇത്തരം ഗുളികകൾ വെറും വയറ്റിൽ കഴിച്ചാൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. മരുന്നുകൾ സ്വയം വാങ്ങി കഴിക്കുന്നത് മാത്രമല്ല, ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ ഡോസുകൾ പൂർത്തിയാവാതെ നിർത്തുന്നതും രോഗശമനത്തെ പ്രതികൂലമായി ബാധിക്കും. രോഗാണുബാധയ്ക്ക് കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ഇതിന് ഉദാഹരണമാണ്. ആന്റിബയോട്ടിക്കുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചില രോഗങ്ങൾ കുറഞ്ഞതായി അനുഭവപ്പെടും. എന്നാൽ രോഗം പൂർണ്ണമായി മാറിയിട്ടുണ്ടാവില്ല. പലപ്പോഴും രോഗാണുബാധ മൂലമുണ്ടാകുന്ന പനിയും വേദനയ്ക്കും ചുമയ്ക്കുമൊക്കെ ആന്റിബയോട്ടിക്കുകൾ കഴിച്ചു തുടങ്ങിയാൽ രോഗലക്ഷണങ്ങൾ അപ്രത്യക്ഷമായി രോഗം മാറിയതുപോലെ അനുഭവപ്പെടും. ഈ അവസരത്തിൽ മരുന്ന് നിർത്തുന്നവരുമുണ്ട്. ഡോക്ടർ നിർദ്ദേശിച്ച അളവ് പൂർത്തിയാകാതെ മരുന്ന് നിർത്തിയാൽ രോഗാണുക്കൾ മരുന്നിനെതിരെ പ്രതിരോധ ശക്തി ആർജിക്കുകയും പിന്നീടുള്ള ചികിത്സയ്ക്ക് ഈ മരുന്നുകൾ ഫലപ്രദമാകാതെ വരികയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ.